ഹായ്, ഇന്ന് നമ്മളിവിടെ ഒരു ഉള്ളിക്കറി വെക്കാൻ പോവുകയാണ്. അതിന് ഞാൻ എടുത്തേക്കുന്നത് അരിഞ്ഞ ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, 2 പച്ചമുളക്, പുളി, ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഇടുന്നത് കാണിക്കാം, അളവ് പറയാം. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് കടുകിടാം. കടുകിട്ട് കുറച്ച് ഉലുവായും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് നല്ല ഉലുവയല്ല കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഉള്ളി ഇടാം. ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചിടുന്നവരും ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞേക്കുക. അതിനകത്ത് ശകലം ഉപ്പൂടിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വാടും. ഉള്ളി വാടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. ഉള്ളി തീയലാണ് കേട്ടോ, ഞാൻ ഉള്ളിക്കറിയെന്നാണ് പറഞ്ഞത്. ഉള്ളി തീയൽ. പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളത്തിൽ കിടന്ന് ഉള്ളി ഒന്ന് വേവണം. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പുളിവെള്ളത്തിൽ കിടന്ന് ഉള്ളി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് ചേരുവകൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇവിടെ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം കൊണ്ട് ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി. നമുക്കിത് നന്നായിട്ട് ഒന്ന് ഈ പച്ച മണമൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് 2 കറിവേപ്പിലയും കൂടി ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. അവസാനം ഒരു കറിവേപ്പില കുറച്ച് ചേർക്കാം. ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടാം. ഇതൊന്ന് നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ മാറട്ടെ. അങ്ങനെ ഉള്ളിത്തീയൽ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഇനി ഇത് തിളച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിത്തീയൽ, ഞാൻ എപ്പോഴും കറി എന്നാണ് പറയുന്നത് കേട്ടോ. ഉള്ളിക്കറി ഇത് ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. 2 കറിവേപ്പിലയും കൂടി ഇട്ട്